ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷയാണോ ഈസാ നബി അലൈഹിസ്സലാം നടത്തുന്നത്? അല്ല. ഇത് ആർക്കും മനസ്സിലാകും, അഹ്സനിമാർക്കൊഴിച്ച്. ബാക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചയ്ക്ക് ശേഷം ഇത് വായിച്ചാൽ അവിടെ കൂടിയുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് മനസ്സിലാകും എന്ന് തിരിച്ചറിഞ്ഞ അഹ്സനിമാർ ഇവര് വന്നത് എങ്ങനെയാ? നമുക്ക് ഈ ഹദീസ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ ഹദീസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഈ ഭാഗം മാത്രം വായിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ഈ ഹദീസ് മുഴുവനായി നമ്മുടെ കയ്യിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സംവാദം മധ്യസ്ഥന്റെ സഹായത്തോടുകൂടി കലക്കാൻ അഹ്സനിമാർ തീരുമാനിക്കുകയായിരുന്നു. നമ്മുടെ നിർവചനവുമായി ബന്ധമില്ല ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിലേക്ക് ഇത് നിർവചനവുമായി ബന്ധപ്പെടുത്താൻ ഒരിക്കൽ പോലും അഹ്സനിമാർക്ക് കഴിഞ്ഞില്ല, തയ്യാറായില്ല എന്നതാണ്. ഇനി എന്താ ഇല്ലത്ത്? ഇതിലെ പരമ്പരയിൽ ഒന്നാരാണ്? അഹ്മദ് ബിൻ ഈസ. അഹ്മദ് ബിൻ ഈസ നമ്മൾ പറഞ്ഞു ഇല്ലത്ത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. ഉച്ചയ്ക്ക് ശേഷം കരാർ പ്രകാരം സംവാദം നടക്കട്ടെ. നിങ്ങൾക്ക് ഇതിന് ഇല്ലത്തില്ല, ഇതിൽ ന്യൂനതയില്ല എന്ന വാദമുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ പറയൂ, തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മധ്യസ്ഥനോട് പറഞ്ഞു. മധ്യസ്ഥൻ പറയുന്നത് എന്താണ്? അത് പറ്റൂല, ഇത് നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്യണം. നമ്മൾ പറഞ്ഞു ആവശ്യമില്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിലും ഇത് ഉദ്ധരിക്കാം. ഞങ്ങളോടുള്ള ചോദ്യമുണ്ട്, അതല്ലെങ്കിൽ വിഷയാവതരണമുണ്ട്, ഞങ്ങൾക്കുള്ള മറുപടിയുണ്ട്. അവിടെ അത് ഉന്നയിച്ച് മാന്യമായി സംവാദം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ സംവാദം അവസാനിപ്പിക്കുന്ന സമയം വരെ കാത്തിരുന്നാൽ വേദിയിലിരിക്കുന്ന തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തങ്ങളോടൊപ്പം മുദ്രാവാക്യം വിളിക്കാൻ മുന്നിൽ ബുദ്ധിയുള്ള ഒരാളും ഉണ്ടാവുകയില്ല. കെട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന മുസ്ലിം കുട്ടികളല്ലാതെ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ അഹ്സനിമാർ സംവാദം കലക്കി. എന്താ ന്യൂനത? അവർക്കും അറിയാം ഇതിന്റെ ന്യൂനത. നമ്മൾ വായിക്കും അഹ്മദ് ബിൻ ഈസ. എന്താ അഹ്മദ് ബിൻ ഈസയെ പറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്? തഹ്ദീബുൽ കമാലിൽ അഹ്മദ് ബിൻ ഈസയെ പറ്റി പറയുന്നു, ഖാല അബൂ ഉബൈദുൽ ആജിരി സഅൽതു അബൂ ദാവൂദ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു ആരെപ്പറ്റി? ഈ അഹ്മദ് ബിൻ ഈസയെ പറ്റി. ഫഖാല അബൂ ദാവൂദ് പറയുന്നത് എന്താണ്? സമീഅതു യഹ്യ ബിൻ മഈൻ. ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പ്രഗൽഭ പണ്ഡിതനായ യഹ്യ ബിൻ മഈൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? യഹ്ലിഫു ബില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ലാത്ത പടച്ച തമ്പുരാനെ സത്യം ചെയ്തുകൊണ്ട് യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നഹു കദ്ദാബുൻ. അഹ്മദ് ബിൻ ഈസ പെരും നുണ പറയുന്ന ആളാണ്. കദ്ദാബ്, കാദിബ് എന്നല്ല, കദ്ദാബ്, പെരും നുണ പറയുന്ന ആളാണ്. ഖാല അബൂ ഹാത്തിം, ഇമാം അബൂ ഹാത്തിം രേഖപ്പെടുത്തിയ അദ്ദേഹത്തെ പറ്റി തകല്ലമന്നാസു ഫീഹി. ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തഹ്ദീബുൽ കമാലിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി തഹ്ദീബിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്മദ് ബിൻ ഈസയെ പറ്റി രേഖപ്പെടുത്തുന്നു. അഹ്മദ് ബിൻ ഈസ ആരാണ്? ഖാല അബൂ ദാവൂദ് കാന ബിൻ മഈൻ യഹ്ലിഫു അന്നഹു കദ്ദാബ്. ഇയാൾ പെരുന്നണ പറയുന്ന ആളാണെന്ന് യഹ്യ ബിൻ മഈൻ പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അബൂ ഹാത്തിം പറഞ്ഞ അഭിപ്രായവും അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി. മാത്രമല്ല അബൂ സറ പറഞ്ഞതായി സഈദ് പറയുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അബൂ സറ എന്നോട് പറഞ്ഞു, മാ റഅയ്തു അഹ്ല മിസ്ർ യശുക്കൂന ഫീ അന്നഹു വഅശാറ ഇലൈഹി ഇലാ ലിസാനിഹി കഅന്നഹു യഖൂലുൽ കദിബ്. ഈ അഹ്മദ് ബിൻ ഈസ നുണ പറയുന്ന ആളാണ് എന്ന അർത്ഥത്തിൽ തന്റെ നാവിലേക്ക് ചൂണ്ടി അബൂ സറയ അയാളെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സഈദ് രേഖപ്പെടുത്തിയത് തഹ്ദീബിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര ന്യൂനതയാ മുജാഹിദികൾ പറഞ്ഞത്? 2 ന്യൂനതയല്ലേ? ഒരു ന്യൂനത അഹ്മദ് ബിൻ ഈസയാണ്. ഈ റിപ്പോർട്ടിലെ അഹ്മദ് ബിൻ ഈസ. വേണമെങ്കിൽ മുജാഹിദികൾക്ക് പറയാം, ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഏതാ? നിങ്ങൾ
നിങ്ങൾ ഇബ്നു അസാക്കിർ വായിച്ചപ്പോഴാണ് അതിലെ സനദ് വായിച്ച് നിങ്ങൾ തെളിയിച്ചെങ്കിലേ ന്യൂനതയുണ്ടെന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളൂ എന്ന് പറയാം. പക്ഷേ മാന്യമായി തന്നെ പറയട്ടെ, നിങ്ങൾ വായിച്ച ഈ അഹ്സനിമാര് വായിച്ച അബൂ യഅലയുടെ സനദിലും ന്യൂനതയുണ്ട്. രണ്ടാമത്തെ ന്യൂനത എന്താ? അടുത്തയാളാരാണ്? ഈ ഹദീസിലുള്ള അടുത്തയാൾ ഇബ്നു വഹബ്. പിന്നെയോ അന്നബി സഖർ, അബൂ സഖറാണ്. അബൂ സഖറാണ് സനദിലുള്ള അടുത്തയാൾ. ഈ അബൂ സഖറിനെ പറ്റി എന്താ പണ്ഡിതന്മാരുടെ അഭിപ്രായം? തഹ്ദീബുൽ കമാൽ തന്നെ നോക്കുക നമുക്ക്. ഖാല അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ സുഇല അന്നബി സഖർ ഫഖാല ലൈസ ബിഹി ബഅസുൻ. ഞാൻ അബൂ സഖറിനെ പറ്റി എന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? കുഴപ്പമില്ലാത്തയാളാണ്. ലൈസ ബിഹി ബഅസുൻ, കുഴപ്പമില്ലാത്തയാളാണ്. നിദാന ശാസ്ത്രത്തിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എല്ലാം കൊണ്ടും സ്വീകാര്യനായ ആളെന്നല്ല, കുഴപ്പമില്ലാത്തയാളാണ്. തീർന്നില്ല. സഅൽതു യഹ്യ ബിൻ മഈൻ അൻ ഹുമൈദുൽ ഖറാത്ത്. യഹ്യ ബിൻ മഈനോട് ഹുമൈദുൽ ഖറാത്തിനെ പറ്റി, അയാളുടെ പേരതാണ് ഹുമൈദ് ബിൻ സിയാദുൽ ഖറാത്ത് എന്നാണ് ഇയാളുടെ പേര്. അയാളെ പറ്റി ചോദിച്ചപ്പോ ഫഖാല സിഖത്താണ് ലൈസ ബിഹി ബഅസുൻ, കുഴപ്പമില്ല എന്നൊരിക്കൽ പറഞ്ഞ യഹ്യ ബിൻ മഈൻ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു അബൂ സഖർ ഹുമൈദ് ബിൻ സിയാദ് ലഈഫുൻ. ഈ സനദിലുള്ള, ഈ പരമ്പരയിലുള്ള അബൂ സഖറിനെ പറ്റി യഹ്യ ബിൻ മഈൻ പറയുന്നു അബൂ സഖർ ഹുമൈദ് ബിൻ സിയാദ് ലഈഫുൻ, ദുർബലനാണ്. وقال أحمد بن سعد بن أبي مريم أن يحيى بن معين أبو صخر حميد بن زياد الخراط لعيف الحديث, ദുർബലനാണ്. وقال النسائي, ഇമാം നസായി പറയുന്നു ഹുമൈദ് ബിൻ സഖർ ലഈഫ്, ദുർബലനാണ്. രണ്ട് ന്യൂനതകളുണ്ട് എന്ന് സംവാദത്തിൽ പറഞ്ഞത് മുജാഹിദുകൾ തെളിയിക്കുമായിരുന്നു. പക്ഷേ അഹ്സനിമാര് സമയം തന്നില്ല. മുജാഹിദുകൾക്ക് ഇത് തെളിയിക്കാനുള്ള അവസരം കൊടുത്താൽ ഒന്നാമതായി ഇത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. രണ്ടാമതായി ഇതിന്റെ മത്തിന് മുഴുവൻ വായിച്ചാൽ ആ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകും. മൂന്നാമതായി ഇതിന്റെ സനദ് വായിച്ചാൽ ആ സനദിലുള്ള ന്യൂനതകൾ മുജാഹിദുകൾ അവിടെ പറയും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അഹ്സനിമാർ സംവാദം തുടർന്ന് നടത്താൻ തയ്യാറാവാതിരുന്നത്. സ്വാഭാവികമായും ഇത് പറയുമ്പോ ഒരു ചോദ്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അബൂ സഖറിനെ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, മുസ്ലിമിന്റെ റിപ്പോർട്ടറാണല്ലോ, മുസ്ലിമിന്റെ ഉസ്താദാണല്ലോ എന്നൊക്കെ പറയും. ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ. അൽ-ളുഅഫാഉൽ കബീർ, അൽ-ളുഅഫാഉൽ കബീർ, വലിയ ദുർബലന്മാർ. എങ്ങനെ? ദുർബലതയുടെ കാര്യത്തിൽ മേലെ നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമാം ഉഖൈലി എഴുതിയ അൽ-ളുഅഫാഉൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹുമൈദ് ബിൻ സഖറിനെ പറ്റി പറയുന്നു. അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു ഇയാളെ പറ്റി, ഫഖാല ലഈഫ്, ദുർബലനാണ് എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ അഭിപ്രായം പറഞ്ഞത്. അപ്പോഴാ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇമാം മുസ്ലിം ഇയാളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഹദീസുമായി ബന്ധമില്ലാത്ത സംവാദവേളയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇമാം മുസ്ലിമിന്റെ ഉസ്താദല്ലേ, ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടറല്ലേ എന്നൊക്കെ ഇങ്ങനെ ആവേശത്തിൽ അഹ്സനിമാര് കത്തിക്കേറുന്നത് കണ്ടപ്പോ നമുക്കുള്ളിൽ ചിരിയാവുന്നത്, പടച്ചതമ്പുരാനെ, ഹദീസിനെ പറ്റിയും ഹദീസിന്റെ നിയമങ്ങളെ പറ്റിയും ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പറ്റിയും ഇത്രേ ഈ പടപ്പുകൾക്ക് വിവരമുള്ളൂ? ഇത്രയാണോ ഈ പടപ്പുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരം? ഇമാം ബുഖാരി ഒരാളുടെ ഹദീസ് ഉദ്ധരിച്ചു എന്നതുകൊണ്ട്, ഇമാം മുസ്ലിം ഒരാളുടെ ഹദീസ് ഉദ്ധരിച്ചു എന്നതുകൊണ്ട് അയാൾ എല്ലാ നിലക്കും സ്വീകാര്യനാകുമോ? സ്വീകാര്യനാവില്ല. ആവണമെന്ന് നിയമമില്ല. ആരാ പറഞ്ഞത്? മുജാഹിദുകൾ ഉണ്ടാക്കിയ നിയമമാണോ? അല്ല. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിന് ഇമാം നവവി എഴുതിയ ശറഹ്, അതിന്റെ മുഖദ്ദിമയിൽ നമുക്ക്